നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശുവിൻ്റെ വീണ്ടും വരവെങ്കിൽ സംഭവിക്കുന്ന വേർപാട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 40 മുതൽ 44 വരെ ഉള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അന്ന് 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവൻ ഉപേക്ഷിക്കും. 2 പേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവൾ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായകൊണ്ട് ഉണർന്നിരിപ്പീൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നില്ലയോ? അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവെങ്കിൽ ഒരു വലിയ വേർതിരിവുണ്ടാകും. അത് വീടുകളിൽ സംഭവിക്കും, വയലുകളിൽ സംഭവിക്കും. ഇവിടെ കർത്താവ് പറഞ്ഞത് അന്ന് 2 പേർ വയലിലിരിക്കും. അത് പകൽ സമയമാണ്. വയലിൽ പണി ചെയ്യുന്നത് 2 സുഹൃത്തുക്കളാകാം, അപ്പനും മകനുമാകാം, ചേട്ടനും അനിയനും ഒക്കെ ആകാം. പൊതുവെ പുരുഷന്മാരാണ്. 2 പേർ തിരികല്ലിൽ, അത് രാവിലെ സമയത്താണ്. ഒരു ദിവസത്തേക്ക് വേണ്ട, അതായത് ധാന്യം പൊടിക്കുന്നത് പൊതുവെ ഇസ്രായേലിൽ രാവിലെ സമയത്താണ്. അപ്പോൾ അത് 2 സ്ത്രീകളുടെ കാര്യമാണ്. അമ്മയും മകളുമായിരിക്കാം, അല്ലെങ്കിൽ ചേട്ടത്തി അനിയത്തിയും ആയിരിക്കാം. അത് രാവിലെ സമയത്താണ്. മറ്റൊരു സുവിശേഷത്തിൽ 2 പേർ ഒരു കിടക്കയിലായിരിക്കും എന്നുണ്ട്. ഭാര്യയും ഭർത്താവുമായിരിക്കാം, അല്ലെങ്കിൽ ചേട്ടത്തി അനിയത്തി ആയിരിക്കാം, ചേട്ടനും അനുജനും ആയിരിക്കാം. അത് രാത്രിയിലാണ്, ഉറങ്ങുന്നത് രാത്രിയിലാണല്ലോ. അപ്പോൾ ഇവിടെ പകൽ സമയത്തെ കാര്യം പറയുന്നു, രാത്രിയിലെ കാര്യം പറയുന്നു, പ്രഭാതത്തിലെ കാര്യം പറയുന്നു. ഇതെങ്ങനെയാണ് ഒക്കുന്നത് എന്നൊരു പക്ഷേ ചില ചിന്തിക്കും. ഭൂമി ഉരുണ്ടതല്ലേ? ഭൂമി ഉരുണ്ടത് ആയതുകൊണ്ട് ഒരു സമയത്ത് ഒരു സ്ഥലത്ത് പകലാണെങ്കിൽ അതിൻ്റെ മറുവശത്ത് രാത്രിയാണ്, വേറൊരു ഭാഗത്ത് പ്രഭാതമാണ്. അതാണ് യേശുവിൻ്റെ വരവ് എന്നുള്ളത്. അതായത് ഭൂഗോളത്തിലെ ഒരു ഭാഗത്ത് രാത്രി ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മറുഭാഗത്ത് പകലായിരിക്കുമ്പോൾ, വേറൊരു ഭാഗത്ത് പ്രഭാതമായിരിക്കുമ്പോഴൊക്കെയാണ് യേശുവിൻ്റെ വരവ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ എന്തുകൊണ്ടാണ് വയലിൽ പണിയെടുത്തുകൊണ്ടിരുന്ന 2 പേരിൽ ഒരാളെ എടുത്തത്, മറ്റേയാളെ ഉപേക്ഷിച്ചത്? ഉറങ്ങിക്കൊണ്ടിരുന്ന അവരിൽ ഒരാളെ എടുത്തത്. രാവിലെ എഴുന്നേറ്റ് മറ്റേയാൾ നോക്കിയപ്പോൾ ഒരാളെ കാണാനില്ല. തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരുന്ന 2 പേര്, ഒരാളെ കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം വലിയ അപകടത്തിന് സാധ്യത ഉള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം പ്ലെയിൻ ഓടിക്കുന്ന പൈലറ്റ് ഒരു വിശ്വാസിയാണെങ്കിൽ യേശുവിൻ്റെ വീണ്ടും വരവെങ്കിൽ അവൻ എടുക്കപ്പെടും. തീർച്ചയായിട്ടും ആ പ്ലെയിനിലുള്ള ആളുകളിൽ രക്ഷിക്കപ്പെട്ട എല്ലാവരും തന്നെ എടുക്കപ്പെടും. അല്ലാത്ത ആളുകൾ തകരാനിടയായിത്തീരും. വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളുടെ കാര്യവും അത് തന്നെ. ഓടിക്കുന്നയാൾ വിശ്വാസിയാണെങ്കിൽ ഞൊടിയിടകൊണ്ട് അദ്ദേഹം രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടും. പക്ഷേ അല്ലാത്തവർക്ക് വലിയ അനർത്ഥമുണ്ടാകാൻ ഇടയായിത്തീരും. എന്തുകൊണ്ടാണ് ഈ 2 പേരിൽ ഒരാളെ മാത്രം ദൈവം അംഗീകരിച്ചത്? പ്രിയപ്പെട്ടവർ, യേശു അങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ ഭൂമിയിൽ വന്നത് സമാധാനം ഉണ്ടാക്കാനല്ല, വാള് വരുത്താനാണ്. ഇനിമേൽ ഒരു വീട്ടിൽ 3 ഇരുവരോടും 2 മൂവരോടും ഛിദ്രിച്ചിരിക്കും. അപ്പൻ മകനോടും, മകൻ അപ്പനോടും, അമ്മ മകളോടും, മകൾ അമ്മാവിമ്മയോടും ഛിദ്രിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ആളുകളും അല്ലാത്ത ആളുകളും തമ്മിൽ കുടുംബത്തിൽ തന്നെ പ്രശ്നങ്ങളും കലഹങ്ങളും വാഗ്വാദങ്ങളും ഭിന്നതകളും ഒക്കെ ഉണ്ടാകും എന്നാണ്. വയലിൽ പണിയെടുത്തുകൊണ്ടിരുന്ന 2 പേരിൽ ഒരാൾ വിശ്വാസിയായിരുന്നു, അയാളെ എടുക്കുന്നു. ഉറങ്ങിക്കിടന്ന 2 പേരിൽ ഒരാൾ വിശ്വാസിയായിരുന്നു, ഒരാളെ എടുക്കുന്നു. തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരുന്ന 2 പേരിൽ ഒരാൾ വിശ്വാസിയായിരുന്നു, അയാളെ എടുക്കുന്നു, മറ്റേയാളെ ഉപേക്ഷിക്കുന്നു. ഭാര്യയാണ്. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സ്വർഗ്ഗത്തിൽ പോട്ടെ, അങ്ങനത്തെ കാര്യമില്ല. ചേട്ടനും അനുജനുമല്ലേ, ആങ്ങളെയും പെങ്ങളുമല്ലേ? ഇല്ല. ഓരോരുത്തരും
ഓരോരുത്തൻ മാനസാന്തരപ്പെടണം. ഓരോരുത്തൻ വ്യക്തിപരമായി യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. അല്ലാതെ ക്രിസ്തീയ കുടുംബം അതിലുള്ള എല്ലാവരും, ക്രിസ്തീയ സഭ അതിലുള്ള എല്ലാവരും, അങ്ങനെ ഒരു കാര്യമില്ല. ഒരു സമൂഹത്തിലുള്ള, ഒരു സംഘടനയിലുള്ള എല്ലാവരെയും, അല്ലെങ്കിൽ ഒരു വീട്ടിലുള്ള എല്ലാവരെയും, ഒരു നാട്ടിലുള്ള എല്ലാവരെയും സ്വർഗത്തിൽ കൊണ്ടുപോവുക അതല്ല. ആരെല്ലാം യേശുവിൻ്റെ സുവിശേഷം കേട്ട് യേശു എനിക്കായിട്ടാണ് യാഗമായതെന്ന് വിശ്വസിച്ച് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് യേശുവിൻ്റെ ശിഷ്യരായി തീർന്നിട്ടുണ്ടോ അവർ മാത്രമാണ് ദൈവരാജ്യത്തിലേക്ക് എടുക്കപ്പെടുന്നത്. അല്ലാത്ത ആളുകൾ തള്ളപ്പെടുവാനിടയായിത്തീരും എന്നുള്ള ഒരു പാഠം പഠിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവ് പറയുന്നത്, കള്ളൻ പ്രതീക്ഷിക്കാത്ത സമയത്താണ് മോഷ്ടിക്കാൻ വരുന്നത്. അതുപോലെ യേശുവിൻ്റെ വീണ്ടും വരവ് പ്രതീക്ഷിക്കാത്ത സമയത്താണ്. ഞാൻ കള്ളനെ പോലെ വരും എന്ന് യേശു പറഞ്ഞത് പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏത് സമയത്തും നമ്മുടെ കർത്താവിന് വീണ്ടും വരാം. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിൻ്റെ വീണ്ടും വരവനായിട്ട് ഒരുങ്ങുവാൻ ദൈവം ഏവരെയും ഇതിനാൽ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.